ഇവർ വിവാഹിതരായി. ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഭൂമി ആകപ്പാടെ തകർന്നിരിക്കുകയാണ്. അംബിക പറയുന്ന സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഭൂമിക്ക് പറ്റുന്നില്ല. അതിനുശേഷം കാറിൻ്റെ അടുത്ത് വന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, അച്ഛാ, അമ്മയുടെ വിചാരം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അമ്മയിൽ നിന്ന് അകന്നു പോകുന്ന ഒരിക്കലും ഇല്ല. എൻ്റെ അമ്മയായിട്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ കഴിയും. അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അമ്മയെ പുറത്തിറക്കാൻ എത്ര കാശ് വേണമെങ്കിലും ഞാൻ ഒപ്പിക്കും. ഏതറ്റം വരെ പോവും. എങ്ങനെ ആയാലും എൻ്റെ അമ്മയെ പുറത്തിറക്കി ഈ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ കഴിയുമെന്ന് ഭൂമിയാണെങ്കിൽ പറയാണ്. ഭയങ്കര വാശിയോടെയാണ് ഇതൊക്കെ പറയുന്നത്. അതിന് ശേഷം സങ്കടത്തോടെ വീട്ടിനകത്ത് കയറിയിരുന്ന് കരയുകയാണ്. അപ്പോഴാണ് ആലോചിക്കുന്നത്, അമ്മയെ പുറത്തിറക്കാൻ ഏറ്റവും നല്ല മാർഗം അജയ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ഭൂമിക്ക് തോന്നുന്നത്. ഞാൻ അജയ് സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം സാറ് ചെയ്തോളും, വേണ്ടുന്ന പൈസ സാർ ഇറക്കിക്കോളും എന്നൊക്കെ ഭൂമി ഇങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്, അതിന് എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അജയ് വിളിക്കാൻ തീരുമാനിക്കുകയാണ്. എൻ്റെ ജീവിതം പോയാലും എൻ്റെ അമ്മയെ പുറത്തിറക്കണം, അത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ആലോചിക്കുന്നത്, എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അജയ് വിളിക്കുകയാണ്. അജയ് ആണെങ്കിൽ ആകപ്പാടെ ഭയങ്കര ടെൻഷനിൽ നിൽക്കുകയാണ്. കാരണം ഭൂമിയുടെ തീരുമാനം എന്താണെന്ന് അറിയത്തില്ല. ഭൂമി എന്തെങ്കിലും അനുകൂല തീരുമാനം പറഞ്ഞാൽ മാത്രമേ അഞ്ജനയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു മാർഗം തെളിയത്തുള്ളെന്ന് അജയ്ക്കറിയാം. അങ്ങനെ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഭൂമി വിളിക്കുമ്പോൾ ഒന്ന് വെപ്രാളത്തോടെ ഭൂമിയുടെ ഫോൺ എടുക്കുവാണ്. കാരണം എന്തെങ്കിലും അനുകൂല മറുപടിയാണെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഭൂമിയുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്താ ഭൂമി, എന്താണെന്ന് ചോദിച്ചുകൊണ്ടാണ് അജയ് സംസാരിക്കുന്നത്. സാർ ഇന്ന് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു. എനിക്ക് എൻ്റെ അമ്മയെ പുറത്തിറക്കണം. അതിന് സാർ എന്നെ സഹായിച്ചേ പറ്റൂ. അതിന് സാറിന് ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. ഭൂമി നന്നായിട്ട് ആലോചിച്ചില്ലേ ഈ തീരുമാനമെടുത്ത്? അതെ സാറേ, എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. എൻ്റെ അമ്മയെ പുറത്തിറക്കണം, അത് മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നെങ്കിൽ നാളെ നമുക്ക് തമ്മിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഭൂമി ഫോൺ വെച്ചിട്ട് പൊട്ടിക്കരയാണ്. ഭൂമിക്ക് നല്ല വിഷമമുണ്ട്. അഭിനയിക്കുകയാണെങ്കിലും ഒരാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ നല്ല വിഷമത്തോടെ പൊട്ടിക്കരയാണ്. ഈ സമയത്ത് അജയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തന്നെ മനസ്സിലാക്കി തൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ച് ഒരാൾ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ. ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് അജയ്. ഉടനെ തന്നെ ആൽഫ്രഡിനെ വിളിക്കുന്നുണ്ട്. ആൽഫ്രഡിനെ വിളിച്ചിട്ട് അജയ് പറയുന്നുണ്ട്, ഭൂമി എന്നെ വിളിച്ചായിരുന്നു, ഭൂമി എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ആൽഫ്രഡിന് നല്ല സന്തോഷവുമാണ്. എന്തായാലും നിൻ്റെ ആഗ്രഹം പോലെ നടക്കുന്നുണ്ടല്ലോ കാര്യങ്ങളെല്ലാം. ഇനി നിൻ്റെ തീരുമാനം എന്താണ്? നീ എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് ആൽഫ്രഡ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ആൽഫ്രഡ്. എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടന്നാൽ അഞ്ജനയുമായിട്ടുള്ള എൻ്റെ വിവാഹം മുടങ്ങും. അവളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയാണ്. അപ്പം ഭൂമി പൂർണ്ണമായിട്ട് സമ്മതിച്ചല്ലോ എന്ന് ആൽഫ്രഡ് വീണ്ടും ചോദിക്കുന്നുണ്ട്. സമ്മതിച്ചു, ഇപ്പം എന്നെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അവളുടെ അമ്മയ്ക്ക് വേണ്ടുന്ന അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്നും അവൾ പറഞ്ഞു. അപ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, അവളത് പറയുന്നില്ലേ, ന്യായമില്ലേ? ആ കുട്ടിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അവളുടെ അമ്മയുടെ കാര്യം ഓർത്ത് മാത്രമായിരിക്കും ഇതിന് സമ്മതിച്ചതെന്ന് ആൽഫ്രഡ് പറയുന്നുണ്ട്. അങ്ങനെ അജയ് പറയാണ്, എന്തായാലും ഭൂമി സമ്മതിച്ചല്ലോ. അങ്ങനെ പിറ്റേന്നായപ്പം ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അജയ് ആണെങ്കിൽ ആരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭൂമി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം അങ്ങോട്ട് വന്നിട്ട് ഭൂമി ഭയങ്കര സങ്കടത്തോടെ കണ്ണൊക്കെ വല്ലാതിരിക്കുകയാണ്. അജയ് അടുത്ത് പറയുന്നുണ്ട്, സാർ, എനിക്ക് സാറിനായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ ഭൂമി എന്ന് ചോദിക്കുകയാണ്. അത് ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാകത്തില്ല, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ചൊന്ന് സംസാരിക്കാം. എനിക്ക് കാര്യങ്ങളൊക്കെ സാറിനോട് പറയാനുണ്ടെന്ന് പറയണം. അതിനെന്താ, നമുക്ക് സംസാരിക്കാം എന്ന് പറയണം. അങ്ങനെ അജയുടെ കൂടെ ബുള്ളറ്റിൽ കയറി ഭൂമി പോവുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നത് അവിടുത്തെ കോൺസ്റ്റബിളും മറ്റുള്ള പോലീസും അതുപോലെ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ലക്ഷ്മിയാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അജയുടെ വിവാഹവും മറ്റുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ലക്ഷ്മിക്ക് അറിയാവുന്നതുകൊണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് പോയത് അങ്ങോട്ട് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിടെ നിന്ന് മറ്റുള്ള പോലീസുകാർ പറയുന്നുണ്ട്, ഇവർ രണ്ടിൻ്റെ ഈ ഒരുമിച്ചുള്ള പോക്ക് അത്ര ശരിയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അജയുടെ കൂടെ ഭൂമി പോവുകയാണ്. ഈ സമയത്ത് ഭവാനിയും അഞ്ജനയും പുറത്ത് കാറിൽ എവിടെയോ പോവുകയാണ്. അപ്പോഴാണ് ഭവാനി ഗ്ലാസ്സിൽ കൂടെ കാണുന്നത് അജയുടെ ബുള്ളറ്റ് വരുന്നത്. അപ്പം ഭവാനി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പുറകിലൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഭവാനി അഞ്ജന അടുത്ത് പറയുന്നുണ്ട്, അജയ് അല്ലേ മോളെ അതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അഞ്ജന ഗ്ലാസ്സിൽ കൂടെ നോക്കിയിട്ട് പറയണം. അതെ, പക്ഷേ അവൻ്റെ പുറയിൽ ആരോ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ അഞ്ജന അത് ശ്രദ്ധിക്കുന്നുണ്ട്. ആരോ ഇരിക്കുന്നുണ്ടെന്ന് അഞ്ജനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും ബുള്ളറ്റാണെങ്കിൽ ഇവരെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോവാണ്. നോക്കുമ്പോൾ ഭൂമി അജയുടെ തോളിൽ കൈവച്ച് അങ്ങനെ ബൈക്കിൻ്റെ പുറകിൽ ഇരിക്കുന്ന കാണുമ്പോൾ ഭവാനിക്കും അതേപോലെ അഞ്ജനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. ഓ, ഇവളാണോ ഇവൻ്റെ പുറകിൽ ഇരുന്ന് പോന്നതെന്ന് ഭവാനി ചോദിക്കുകയാണ്. ഇവക്ക് നാണമില്ലേ, കല്യാണം ഉറപ്പിച്ച ഒരു ചെറുക്കൻ്റെ പുറകിൽ ഇങ്ങനെ ഇരുന്ന് പോവാൻ? ആ ഭൂമിയാണ് ഇരിക്കുന്നതെന്ന് പറയാണ്. ഇത് കാണുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അജയ് ഭൂമിയെയും
ഒരുമിച്ച് പോകുന്നത് അഞ്ജനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഭവാനി പറയുന്നുണ്ട്, ഈ പോക്ക് അത്ര ശരിയല്ല, ഇത് നിർത്തി തരുന്നുണ്ട്. ഇന്ന് തന്നെ ഇവൻ വീട്ടിൽ കഴിയുമ്പോഴത്തേക്കും ഇവൻ്റെ ഈ പോക്ക് ഞാൻ നിർത്തുന്നുണ്ടെന്ന് ഭവാനി പറയണം. മോള് വിഷമിക്കേണ്ട. അപ്പം അഞ്ജനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കല്യാണം ഉറപ്പിച്ചിട്ടും അജയും ഭൂമിയും കൂടെ ഇങ്ങനെ ബൈക്കിൽ പോകുന്നതൊന്നും അഞ്ജനയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അജയുടെ ഈ പോക്ക് ഇന്നത്തോടെ നിർത്തണം എന്ന് ഭവാനി തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഭൂമിയും അജയും കൂടെ പുറത്തു നിന്ന് സംസാരിക്കുകയാണ്. അപ്പം ഭൂമി പറയുന്നുണ്ട്, ഞാൻ ഇതിനെ സമ്മതിച്ചത് എൻ്റെ അമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാറ് ചെയ്യാമെന്ന് ഉറപ്പ് തന്നതുകൊണ്ടാണ്. മാത്രവുമല്ല, എൻ്റെ അമ്മയെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം. സാറ് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. വക്കീലിനെ വെക്കണം, എൻ്റെ അമ്മയെ പുറത്തിറക്കി തരണം. അതിനു വേണ്ടിയാണ് സാറ് പറഞ്ഞ ഡിമാൻഡ് അനുസരിച്ച് ഈ ഒരു കരാറിന് ഞാൻ സമ്മതിച്ചെന്ന് ഭൂമി പറയുന്നുണ്ട്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, എനിക്ക് അറിയാം ഭൂമി ഇതിനു വേണ്ടിയാണ് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ തയ്യാറായതെന്ന് എനിക്ക് മനസ്സിലായി. ഭൂമി വിഷമിക്കേണ്ട, ഭൂമിയുടെ അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തും. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നു. അജയ് ഭൂമിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആൽഫ്രഡുമായിട്ട് നേരെ സൗഭാഗ്യപുരത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് ഭവാനി വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും പുറത്ത് കറങ്ങുന്നുണ്ടെന്നും കല്യാണം ഉറപ്പിച്ച് അജയ് മറ്റൊരു പെണ്ണുമായിട്ട് ബൈക്കിൽ പോകുന്നതൊന്നും അഞ്ജനയ്ക്ക് ഇഷ്ടമല്ലെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് അജയും ആൽഫ്രഡും കൂടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് എല്ലാവരെയും ഇങ്ങനെ ചുറ്റിന് അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും കൂടെ ഒരു ചർച്ച എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് ഈ വിവാഹമായിട്ട് ഒന്ന് ലീവ് എടുത്തൂടെ? എത്ര ദിവസം കൊണ്ട് പറയുന്നുണ്ട് എല്ലാവരും, ഇനി വിവാഹം കഴിഞ്ഞിട്ട് മാത്രം ജോലിക്ക് പോയാൽ മതിയെന്ന് പറയണം. അതൊന്നും നടക്കത്തില്ല മുത്തശ്ശി, അങ്ങനെ ജോലി നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭവാനി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നിട്ടാണോ ജോലിയുടെ ഇടയ്ക്ക് ഏതോ ഒരു പെണ്ണുമായിട്ട് കറങ്ങുന്നത് ഞങ്ങൾ കണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ, അമ്മായി, എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പലതും ചെയ്ത് പലരെയും കൊണ്ട് പോയെന്നൊക്കെ ഇരിക്കും, അതിന് അമ്മായി എന്നോട് ചോദിക്കാൻ വരണ്ടെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, അങ്ങനെ പറ്റത്തില്ലല്ലോ, നീ വിവാഹം ഉറപ്പിച്ചതാ, എൻ്റെ മകളുമായിട്ട് വിവാഹം ഉറപ്പിച്ച നിന്നെ അങ്ങനെ വെറുതെ ആരുടെയെങ്കിലും കൂടെ പോകുന്നെന്നും പറഞ്ഞ് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിവാഹത്തിനെന്ന് പറയാണ്. അപ്പോൾ അജയ് പറയാണ്, വിവാഹം കഴിഞ്ഞില്ലല്ലോ. അന്നേരം അഞ്ജന വന്നിട്ട് പറയുന്നുണ്ട്, നീ ആ ഭൂമിയായിട്ട് ഇന്ന് ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടല്ലോ, നിനക്ക് എൻ്റെ കൂടെ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ സമയമില്ലാത്തത്, അങ്ങനെ കണ്ടവരുടെ കൂടെ നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് അജയെടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം അജയ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പോൾ ഭവാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ പറഞ്ഞത്? എൻ്റെ മോളുമായിട്ട് വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നിനക്കിപ്പം അവളെ ഇഷ്ടമല്ലെന്ന്. അപ്പോൾ അജയ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലോ അഞ്ജനെ വിവാഹം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണെന്ന്, താല്പര്യമുണ്ടെന്ന്. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ നിശ്ചയം നടത്തി, ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ നിശ്ചയം നടത്തിയത്. ഈ വിവാഹം നടക്കത്തില്ല, എനിക്ക് അഞ്ജനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ മാധവൻ വന്നിട്ട് അജയുടെ ഷർട്ട് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞ വിവാഹം ഉറപ്പിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിനക്ക് അഞ്ജനെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ലെന്നോ? അപ്പോൾ അജയ് പറയുന്നുണ്ട്, അച്ഛൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അഞ്ജനെ വിവാഹം കഴിക്കത്തില്ല, എനിക്ക് അവളെ വിവാഹം കഴിക്കാനോ അവളെ ഭാര്യയായിട്ടോ കാണാനോ പറ്റത്തില്ല, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഭവാനി ചോദിക്കുന്നുണ്ട്, പിന്നെ നീ ഇത്രയും നാൾ മിണ്ടാതിരുന്ന എന്താ? നിനക്ക് ഇവളെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായതുകൊണ്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ഉടനെ അജയ് പറയുന്നുണ്ട്, അതുകൊണ്ടല്ല മുത്തശ്ശി, ആഹാരം കഴിക്കാതെ മുത്തശ്ശിക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അല്ലാതെ എനിക്ക് അഞ്ജനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. മാതാവാണെങ്കിൽ അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചൂടായിട്ട് അജയോട് സംസാരിക്കുകയാണ്, ഇനി നീ മിണ്ടിപ്പോവല്ലേ, നീ മിണ്ടാതിരുന്നോണം, നിൻ്റെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ് അത് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, എനിക്ക് അഞ്ജനെ ഇഷ്ടമല്ല, എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുകയാണ്.